ഫീബിൾ പീപ്പിൾ. അവർ പറയുന്നത് രാവിലെ വന്നു കഴിഞ്ഞാലും ആരോഗ്യമുള്ളവരെ മാത്രമേ വിളിച്ചുകൊണ്ട് പോകത്തുള്ളൂ. ഞങ്ങൾക്കൊന്നും ആരോഗ്യമൊന്നുമില്ല, ഞങ്ങളെ കണ്ടാലേ ആൾക്കാർ ഓടിച്ചു വിടും. അതുകൊണ്ട് രാവിലെ തൊട്ട് വിളിച്ചു വൈകുന്നേരം വരെ ഇവിടെ വന്നിട്ടുണ്ടാലോ എന്ന് വെച്ചുകൊണ്ട് ഞങ്ങൾ ഉച്ചക്കാലത്ത് ഊണൊക്കെ കഴിഞ്ഞ് 4 മണിക്ക് കാപ്പി കുടിച്ചിട്ട് വന്നിരിക്കുക. 5 മണിക്ക് ചുമ്മാ വന്ന് നിന്നതാ. അന്നേരം വിളിച്ചുകൊണ്ട് പോകുന്ന അവർക്ക് എന്തില്ല, പോത്തില്ല. പക്ഷെ കർത്താവ് പറഞ്ഞറിയാമോ, എന്റെ വയലിൽ ഇനിയും ആൾക്കാരെ വേണം, വാ. കർത്താവ് ഇന്നും പറയുന്ന കാര്യമാണ്. ഇന്നും കർത്താവിന്റെ വയലിൽ വേക്കൻസി ബാക്കി കിടക്കുക, വരാൻ വേണ്ടി കർത്താവ് പറയുക. അവിടെ വന്നവരോടെല്ലാം കർത്താവ് പറഞ്ഞറിയാമോ, ഞാൻ നിങ്ങൾക്ക് ന്യായമായത് തരാമെന്ന. ന്യായമായത് അല്ലേ? പക്ഷെ ന്യായമായതല്ല, അത് കൂടുതലാണ് കൊടുക്കുന്നത്, അത് വേറെ കാര്യം. ന്യായമായത് തരാം. ഞാൻ KC ഉമ്മൻ കൊടുന്തറ ഉമ്മച്ചനെ കുറിച്ച് ഒരിക്കലും ബുക്ക് ചെയ്ത സമയത്ത് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ ഷാരോൺ തോമാച്ചായൻ എന്ന് നമ്മൾ വിളിക്കുന്ന തോമസിന്റെ ഷാരോന്റെ ഫൗണ്ടറാണ്, അദ്ദേഹത്തിന്റെ അടുത്ത് ചെയ്യുന്നത്. ഞങ്ങൾ വി വർ ടോക്കിംഗ് ആൻഡ് വി സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ടുഗദർ. ഞങ്ങൾ ഒത്തിരി എപ്പോഴും കണ്ട് സംസാരിക്കുകയും സമയം സ്പെൻഡ് ചെയ്തിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, സാജു ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ അന്ന് ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ്. അന്ന് സിവിൽ സർവീസിൽ കയറാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ മതി, IAS ആവശ്യമില്ല സിവിൽ സർവീസിൽ കയറാനായിട്ട്. ആ സമയത്താണ് കർത്താവ് എന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിക്കുന്നത്. അപ്പൊ എനിക്ക് വലിയൊരു സ്ട്രഗിൾ ആയിരുന്നു. എന്താണ്, ജോലിക്ക് പോകണോ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകണം? അന്നാണ് പട്ടിണിയുമാണ്. ഒന്ന് ഷാരോൺ തോമാച്ചായനോട് ഈ കൊടുന്തറ ഉമ്മച്ചൻ പറഞ്ഞു, തോമാച്ച, ദൈവത്തിന്റെ വേല ചെയ്യാൻ നീ ഇറങ്ങിയ അതല്ലെങ്കിൽ നിനക്കൊരു ജീവിതത്തിൽ നിനക്ക് എന്തോ കിട്ടും. സപ്പോസ് യു ആർ വർക്കിംഗ് ആസ് എ ടീച്ചർ ഓർ എഡ്യൂക്കേഷണൽ ഓഫീസർ ഓർ വർക്കിംഗ് ഇൻ സിവിൽ സർവീസ്, ഹൗ മച്ച് മണി ആൻഡ് അതർ തിങ്സ് യു ഗെറ്റ്, അത്രയുമെങ്കിലും ദൈവം തരും, അത് കുറയ്ക്കത്തില്ല. അത് ദൈവത്തിന്റെ ഒരു നീതിയാണ്. തോമാച്ചാൻ പറഞ്ഞത് ആ ഒരു വാക്കാണ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചെന്നുള്ളതല്ല, അതിന് ഉറപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ ഇറങ്ങി. നമുക്കറിയാം, എനിക്കും അറിയാം, IAS ഓഫീസറായിട്ട് പുള്ളി ജീവിച്ചാലും ജീവിക്കാവുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ലൈഫാണ് പുള്ളി ജീവിച്ചത്, ഇല്ലേ? അങ്ങനെ ജീവിക്കണോ വേണ്ട എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഓരോരുത്തരുടെ കാര്യം. ഒരു പക്ഷേ അത് വേണ്ടാന്ന് നോക്കുക. പൗലോസിനെ ഏത് രീതിയിലും ജീവിക്കാമെന്ന്, പക്ഷേ പൗലോസ് അങ്ങനെ ജീവിക്കാൻ തീരുമാനിച്ചില്ല. അത് ഒരിക്കലും ഒരു നിയമമല്ല. പക്ഷെ ഞാൻ പറഞ്ഞത്, ന്യായമായത് തരാമെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ട് കൊടുക്കുന്നത് ന്യായത്തിൽ കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. അവൻ പറഞ്ഞൊത്തതിനേക്കാൾ കൂടുതൽ എപ്പോഴും കൊടുക്കുന്നവനാണ്. അതറിയാമായിട്ട് ഇത് മനസ്സിലാക്കാതെ ചന്തയിൽ മെനക്കെട്ട് നടക്കുന്ന വിഡ്ഢികളായി പോയിരിക്കുകയാണ് നമ്മൾ. നമ്മുടെ എന്താ ദൈവത്തിന് നടത്താൻ പറ്റുകയെന്ന് ഇല്ലേ? അവന്റെ മുന്തിരിത്തോട്ടം വിശാലമായിട്ട് കിടക്കുക. അവൻ ആരെയും ഉപേക്ഷിച്ച് കളഞ്ഞ് എനിക്ക് തോന്നുന്നില്ല. DL മൂഡിയും സാങ്കിയും അമേരിക്കയിൽ സുവിശേഷ വേല കൊണ്ടിരുന്നു. അതിനിടയ്ക്ക് 2 yearsന് വേണ്ടി അവർ ഇംഗ്ലണ്ടിൽ വന്നു. ഇംഗ്ലണ്ടിൽ വന്ന സമയത്ത് മൂഡിയെ പോലെ പ്രസംഗിക്കാനും സാങ്കിയെ പോലെ പാട്ട് പാടാൻ അറിയാവുന്ന 2 പേർ അമേരിക്കയിലുണ്ടായിരുന്നു. മൂടി ഇവിടുന്ന് എപ്പോഴും പറയും, ഞങ്ങളിവിടെ 2 വർഷത്തേക്കെങ്കിലും താമസിക്കേണ്ടി വരും. വൈ ഡോണ്ട് യു ജസ്റ്റ് സ്റ്റാർട്ട് പ്രീച്ചിങ് ആൻഡ് സിംഗിങ് ടുഗദർ എന്ന് പ്രസംഗിക്കാനുള്ള ആൾ പറഞ്ഞു. ഞാനൊരു വാച്ച് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, അപ്പം ജോലി വിട്ടു കഴിഞ്ഞാൽ എനിക്ക് പ്രയാസമാണ്. മൂടി ചോദിക്കുന്നത്, വാച്ച് കടക്കാരൻ, ഇത്രയില്ലാത്ത വാച്ച് കടക്കാരൻ മാസാമാസം നിനക്ക് ശമ്പളം തരുമെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ ഭൂമിയെയും സ്വർഗത്തെയും സൃഷ്ടിച്ച് ദൈവം നിനക്ക് ശമ്പളം തരും, നിനക്ക് എന്നാണ് വിശ്വസിക്കാൻ പ്രയാസം? കേൾക്കുമ്പോൾ നമ്മൾ സ്വതന്ത്രം പറയുമായിരിക്കും, പക്ഷേ ഇതൊന്നും ആരും, ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു വിൽ ടേക്ക് ഇറ്റ് ആസ് ഇറ്റ് ഈസ്, ആൻഡ് ദാറ്റ് ഇസ് എ ഫാക്ട്. അവർ ഇറങ്ങിയില്ല. മൂടി പറഞ്ഞു, നിനക്ക് വിശ്വാസമില്ലെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി വിശ്വസിച്ചോളാം, ഞാൻ ശമ്പളം തന്നോളാം. എന്നിട്ട് ഇറങ്ങിയില്ല. കാര്യം മൂടിയിലും അവന് ദൈവത്തിന് വിശ്വാസമില്ല, മൂടിയിലും വിശ്വാസമില്ല. അതിനേക്കാൾ വിശ്വാസമാണ് എന്ത്, വാച്ച് കമ്പനിക്കാരൻ്റെ ഇല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങൾ എത്ര എംപ്ലോയീസ് നിങ്ങളുടെ ലൈഫ് ടൈം ഇവിടെ സൂക്ഷിക്കുമെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട്? പറ. നിങ്ങളുടെ എംപ്ലോയേഴ്സിൽ എത്ര പേർക്ക് ബോധ്യമുണ്ട്, വിശ്വാസമുണ്ട്? മൈ എംപ്ലോയർ വിൽ നെവർ ലീവ് മീ, ഹി വിൽ ഗിവ് മീ വാട്ട് ഓൾ തിങ്സ് ഐ നീഡ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ ദൈവം കൈവിടത്തില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ ദൈവം കൈവിടത്തില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അവന്റെ വിശാലമായ മുന്തിരിത്തോട്ടം ഇത്രയും ഒഴിഞ്ഞു കിടക്കുന്ന സമയത്ത് വേറെ എവിടെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ചിരിക്കണം. ദൈവത്തിന്റെ മുന്തിരിത്തോട്ടം, ദൈവത്തിന്റെ വയല് ഇത്രയും വിശാലമായിട്ട് ഒഴിഞ്ഞു കിടക്കുമ്പോൾ ഇന്ത്യ ഒന്ന് നടന്ന് കണ്ടേച്ച് നിങ്ങൾ വേറെ എവിടെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ കർത്താവിന് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിക്കണം. കാര്യം അപ്പന്റെ പണി ഇത്രയും കിടക്കുന്ന സമയത്താണ് വെല്ലോന്റെ പണി നമ്മൾ ചെയ്യുന്നത്. അത് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ചിരിക്കണമെന്ന് എന്റെ അഭിപ്രായം. അല്ലാതെ കോളിങ്ങിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കരുത്. ദൈവത്തിന് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ചാലേ പറ്റുള്ളൂ. അവന്റെ വയലിൽ അധ്വാനിക്കാൻ അവൻ നമ്മളെ ഓൾറെഡി വിളിച്ചിരിക്കുകയാണ്. ഹി ഹാസ് കോൾഡ് us. എനിക്ക് 3 മക്കളാണ് ഉള്ളത്. എന്റെ 3 മക്കളിൽ ആരെങ്കിലും സുവിശേഷ വേല അല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്താൽ, എനിക്കറിയാൻ പറ്റത്തില്ല, ചെയ്താൽ ഞാൻ അവരോടും പറഞ്ഞിട്ടുണ്ട്, that will be a heart breaking experience for me.
that you are breaking my heart if you do something else. Because I know the need of India. എനിക്ക് ഇന്ത്യയുടെ നീഡ് അറിയാം. അതുകൊണ്ട് എന്റെ മക്കളെ വേറൊരു കാര്യത്തിന് വിടാൻ എനിക്ക് പറ്റത്തില്ല. I'm not saying that I'm quite sure. Maybe rebellious ആയിട്ടുള്ള എത്ര പിള്ളേരുണ്ടായിരിക്കും. അവർ പോവുകയാണെങ്കിൽ rebellious ആയിട്ടായിരിക്കും പോകുന്നത്. ഞാനൊരുത്തിനെ ഒരെണ്ണത്തിനെ പറഞ്ഞു വിടത്തില്ല. ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അല്ലാതെ എന്റെ മക്കളെ ഞാൻ പറഞ്ഞു വിടത്തില്ല. ദാറ്റ് ഈസ് ക്വൈറ്റ് ഷുവർ. റിബല്യസ് ആയിട്ട് ചിലപ്പോൾ പോകുമായിരിക്കും, എനിക്കറിയത്തില്ല, പോകാതിരിക്കട്ടെ. എന്റെ എന്നുമുള്ള പ്രാർത്ഥന, ആകെയുള്ള പ്രാർത്ഥന അതാണ്. ദാറ്റ് ഐ ഷുഡ് സീ ദാറ്റ് മൈ ചിൽഡ്രൻ ആർ ടേക്കിംഗ് ദ ബൈബിൾ ദാറ്റ് ഐ ടുക്ക്. ദാറ്റ് ഇസ് മൈ പ്രയർ. അല്ലാതെ വെറുതെ ഇവിടെ നിന്ന് പ്രസംഗിച്ചേച്ച് വേറെ കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയുന്നത്. അതിനുവേണ്ടിയുമല്ല. ആത്മാവ് നമ്മളെ വിളിക്കുന്നുണ്ട്. വിളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാനിരുന്നാൽ പിന്നെ ദൈവം വിളിക്കത്തില്ല. ശമൂവേൽ ബാലൻ എന്നോട് ദൈവം അരുളി ചെയ്യുന്നപ്പോഴാണ് അടിയനോട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അവനോട് സംസാരിച്ചു. ടെൽ ഹിം ലോർഡ് ഇഫ് യു ആസ്ക് മീ എന്നുള്ളതല്ല, കർത്താവ് എന്നെ വിളിക്കണമെന്നൊന്ന് പറ. കാര്യം ഇത് കണ്ടിട്ട് എങ്ങനെയാ അല്ലാതെ പറയാൻ പറ്റുന്നത്, അല്ലാതെ പ്രാർത്ഥിക്കാൻ പറ്റുന്നത്? ഐസയ എന്താ പറയുന്നത്? 6 നമുക്ക് വേണ്ടി പോകുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒന്നുകൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം, അവൻ വിളിക്കുമോ ഇല്ലെന്ന് നോക്കാമെന്നല്ല, അവൻ ചാടിക്കൊരു പറയാ അടിയനെ അയക്കണോ. കാര്യം അവന്റെ ബേർഡൻ അതാണ്, അവന്റെ ബേർഡൻ അതാ. ഞാനിതൊക്കെ പറയുന്ന കുറെ എണ്ണത്തെയെങ്കിലും ഈ മരുഭൂമിയിലെ ഭൂതത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തി വടക്കേ ഇന്ത്യ കൊണ്ടുപോകണമെന്നുള്ള ഒരൊറ്റ ആഗ്രഹത്തിന്റെ പേരിലാണ്. എനിക്കറിയത്തില്ല അത് എത്രത്തോളം പറ്റുമെന്ന്. കാര്യം അത്രയ്ക്കും ശക്തമായ ഭൂതം പിടിച്ചിരിക്കുകയാണ്, ഇല്ലേ? ശക്തമായ ഭൂതം പിടിച്ചിരിക്കുകയാണ്. കുറെ എണ്ണത്തിനെങ്കിലും ഇതിനകത്ത് രക്ഷപ്പെടുത്തണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഇക്കാര്യമൊക്കെ ഇടയ്ക്ക് ചാടി കയറി പറയുന്നത്. ഞാൻ പറയട്ടെ, കൊത്തുപണി ചെയ്യിക്കുന്ന ആത്മാവ്, കൊത്തുപണി ചെയ്യാൻ പോലും നോക്കെ ഏറ്റവും ആത്മാവിനെ നിറയപ്പെട്ട പിറ്റേ ദിവസം തൊട്ട് പ്രസംഗിച്ചു തുടങ്ങണമെന്ന് എല്ലാവരുടെയും ചിന്ത. ആത്മാവിനാൽ നിറയപ്പെട്ടാൽ ഉടനെ തന്നെ പിറ്റേ ദിവസം തൊട്ട് പ്രസംഗിക്കണമെന്നുള്ളതല്ല ദൈവവചനം പഠിപ്പിക്കുക. അങ്ങനെയുള്ളതല്ല. ദൈവം നമ്മളെ ആത്മാവിനാൽ നിയന്ത്രിക്കുന്നത് പ്രസംഗിക്കാൻ വേണ്ടി മാത്രമല്ല. വിശാലമായ ദൈവരാജ്യത്തിന്റെ പണിയിൽ ഏത് പണിയും ഒരുപോലെ, ഏത് പണിയും പ്രസംഗിക്കുന്നത് മാത്രമൊന്നുമല്ല. എല്ലാവരും ദൈവരാജ്യം പണിയാണ്. ഒരു സ്ഥലത്ത് വലിയൊരു കെട്ടിടം പണിതുകൊണ്ടിരിക്കുകയായിരുന്നു, വലിയൊരു ബിൽഡിംഗ്. ആളുകളെല്ലാം ഒത്തിരി ആൾക്കാർ പണിയുന്നുണ്ട്. പണിയുന്നതിനിടയ്ക്ക് കളി എന്നിട്ട് ചോദിച്ചു, വാട്ട് യു ഡൂയിങ്, നീ എന്തോ ചെയ്യുന്നത്? അവൻ പറഞ്ഞു, ഞാൻ പാറ പൊട്ടിക്കുക. വേറൊരുത്തിന് ചോദിച്ചു, നീ എന്തോ ചെയ്യുന്നത്? അത് പറഞ്ഞു, ഞാൻ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കും. വേറൊരുത്തിന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ വെള്ളം കോരിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരുത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ണ് ഇളക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. മെറ്റിൽ പൊട്ടിച്ചുകൊണ്ടിരിപ്പോൾ ഒരു നിൽപ്പുണ്ടായിരുന്നു. അവനോട് ചോദിച്ചു, നീ എന്തോ ചെയ്യുന്നത്? അവൻ പറഞ്ഞു, ഞാൻ രാജാവിനൊരു കൊട്ടാരം പണിയാണ്. ബാക്കിയുള്ളവരെല്ലാം എന്താ പറയുന്നത്? ഞാൻ പാറ പൊട്ടിക്കുകയാണ്, വൈകുന്നേരം എനിക്ക് എന്തോ കിട്ടും, ഇതിന്റെ പൈസ കിട്ടും. അത്രയുള്ള അവന്റെ കാര്യം. ഞാൻ മണ്ണ് നോക്കുകയാണ്, വൈകുന്നേരം എനിക്ക് ഇതിന്റെ പൈസ കിട്ടും. എന്നാൽ ഒരു വ്യക്തി പറയുന്നത് അറിയാം, വാട്ട് ഐ ആം ഡൂയിങ്, നീ നോക്കുമ്പോൾ ഞാനിവിടെ വെയിലത്തിരുന്ന് എന്താ മെറ്റിൽ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് വാട്ട് ഐ ആം ഡൂയിങ്, ഐ എം ബിൽഡിംഗ് എ പാലസ് ഫോർ മൈ കിങ്. എന്റെ രാജാവിന് വേണ്ടി ഞാൻ ഒരു കൊട്ടാരം പണിയാണ്. അതാ വാസ്തവത്തില് ദൈവരാജ്യം പണിയുന്നതിനകത്ത് എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല. ഇൻഫാക്ട് വലിയ സ്റ്റേജൊക്കെ കിട്ടാതിരുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ. കാര്യം സ്റ്റേജ് കിട്ടുന്നവർക്ക് മിക്കവർക്ക് അവിടെ ചെന്നാൽ ഒന്നും കിട്ടത്തില്ല. കാര്യം ഇവിടെ തന്നെ എല്ലാ കാര്യങ്ങളും what I am saying many times, I tell my people, my wife and my children that I fear that why God give me these kind of people who appreciate me. Because I sometimes fear കർത്താവ് ഇനി അവിടെ ചെല്ലത്തില്ല. നമുക്കറിയാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും കിട്ടാത്ത രീതിയിൽ ആളുകൾ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ പേടിയാണ്. കാര്യം എപ്പോഴും ഒരു സൈലന്റ് മിനിസ്ട്രിയാണ് ഏറ്റവും നല്ല. അതിനാണ് വാസ്തവത്തിൽ റിവാർഡ് കിട്ടാൻ പോകുന്നത്. പ്രസംഗകർക്ക് ഇവിടെ തന്നെ പ്രതിഫലം കിട്ടിപ്പോയി എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രസംഗകർക്ക് മിക്കവർക്കും എനിക്ക് ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ഗെറ്റ് റിവാർഡ് ഇൻ സച്ച് എ വേ ഇൻ ആസ് മെനി ഓഫ് എന്റെ മിഷണറീസിന്റെ കാര്യത്തിൽ ഞാൻ പലപ്പോഴും ആലോചിക്കും. അവർക്ക് കിട്ടുന്ന റിവാർഡൊന്നും എനിക്ക് കിട്ടത്തില്ല. കാര്യം അവരെ ആരും അറിയുന്നുണ്ടോ? Nobody knows them. All of you know my name and even you appreciate me. എനിക്ക് പ്രൈസോട് വരാൻ ആൾക്കാരുണ്ട്, കൈമുടക്ക് വരാൻ ആൾക്കാരുണ്ട്. ആ പാവം പിടിച്ച മിഷണന്മാരെ ഓർക്കുമ്പോൾ എനിക്കറിയാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എനിക്കൊന്നുമല്ല പ്രതിഫലം കിട്ടുന്നത് എന്നുള്ള പൂർണ്ണമായ ബോധ്യം എനിക്കുണ്ട്. പൂർണ്ണമായ ബോധ്യം. ഗതികേട് കൊണ്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. ഗതികേട് ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല. God has asked me to do these things and I am doing it. But I know reward goes to the missionaries who work behind. And when you are filled with the Holy Spirit, if God asks you to do some very small thing, do that. അതിൽ കൂടുതലൊന്നും ആവശ്യമില്ല. ഞങ്ങളുടെ മിഷണറി കോൺഫറൻസ് we got 70 missionaries. മിഷണറി കോൺഫറൻസിന് നോർമലി ഈ 70 മിഷണറിമാർ അവിടെ ഭാര്യമാരും മക്കളും and we got 12 children homes. 12 ചിൽഡ്രൻ ഹോം ഉണ്ട്. ചിൽഡ്രൻ ഹോമിലെ പിള്ളേരും എല്ലാവരും കൂടെ വരുന്ന കൂട്ടത്തില് കഴിഞ്ഞ വർഷമോ മുമ്പത്തെ വർഷമോ ജെസ്സി മിഷണറിമാരുടെ ഭാര്യമാർക്ക് വേണ്ടി ഒരു സെഷൻ എടുത്ത കൂട്ടത്തിൽ എങ്ങനെ ഇതായിരുന്നു ചോദ്യം. എന്തായിരുന്നു? എങ്ങനെ നമുക്ക് മിനിസ്ട്രിയിൽ, ഭാര്യമാരുടെ ചോദ്യമാണ്, മിനിസ്ട്രിയിൽ ശുശ്രൂഷയിൽ നമുക്ക് എങ്ങനെ പങ്കാളികളാകാൻ പറ്റും? വലിയ ചോദ്യമൊക്കെയാണ്. ഞങ്ങളുടെ മിഷണറീസ് ഒക്കെ ഒരുമാതിരി എഡ്യൂക്കേറ്റഡ് ആണ്. ഇവളുമാരും കുറെയൊക്കെ പഠിച്ചു നോക്കുകയാണ്. അപ്പൊ ഇതെന്താണ്? മിനിസ്ട്രി ഞങ്ങൾക്ക് എങ്ങനെ പങ്കാളികളാകാൻ പറ്റും? യേശുവോട് എങ്ങനെ അറിയാമോ?
വീട്ടിൽ പിള്ളേരെ നോക്കി വീട്ടുകാര്യങ്ങൾ നോക്കി ഭർത്താവിന് യാതൊരു ബേർഡനും കൊടുക്കാതിരുന്നുകൊണ്ട് മിനിസ്ട്രിയിൽ പങ്കാളിയാകും. അവർ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്തോളൂ. കാര്യം നിങ്ങൾ അച്ഛാ കൊച്ചിനെ ഒന്ന് പിടിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയുക, ഇവന്റെ വേദോസം വായിച്ച് പകുതി ആകുമ്പോഴത്തേക്ക് കൊച്ചിനെ പിടിക്കാൻ പോകണം. കൊച്ചിനെ പിടിച്ചോണ്ടിരിക്കും, ആ അടുപ്പത്തിരിക്കുന്നു ഇളക്കിയേരെ എന്ന് പറയുമ്പോൾ ഫിനിഷ്. ഐ നോട്ട് ജോക്കിംഗ്. ഇപ്പൊ രണ്ടുപേരും കൂടെ പണിയെടുക്കുകയാണെങ്കിൽ രണ്ടുപേരും കൂടെ പണിയെടുക്കുന്നത് തെറ്റൊന്നും ഞാൻ കാണുകയൊന്നുമല്ല. പക്ഷേ നമ്മളുടെ ചിന്ത എന്നറിയാമോ, മിനിസ്ട്രി എന്ന് പറയുമ്പോൾ എന്താണ്? പ്രീച്ചിങ് എന്നുള്ളതാണ്. സ്ത്രീകൾക്കുള്ള ഏറ്റവും വലിയ മിനിസ്ട്രി കർത്താവ് കൊടുത്തിരിക്കുന്നറിയാമോ, അവർക്ക് 1-2 പിള്ളേരെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അതിനെ സ്വർഗത്തിൽ കൊണ്ടുവന്നുള്ളതാണ്. അത് ഏറ്റവും വലിയ മിനിസ്ട്രി. ആൻഡ് ഈവൻ ഇൻ തിമോത്തി പോൾ സെയ്സ്, സ്ത്രീകൾ സൗമ്യതയോടെയും ഭയഭക്തിയോടെയും കൂടെ ഇരിക്കുന്നുവെങ്കിൽ മക്കളെ പ്രസവിച്ചവൾ രക്ഷ പ്രാപിക്കും. മക്കളെ പ്രസവിച്ചു. മേ ബി യു ആർ ഇൻഫാക്ട് നിങ്ങൾ 100 പേരെ ഒന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്നൊന്നും വലിയ നിർബന്ധമൊന്നുമില്ല. ഒരാളെ എങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് സർവ്വഭൂമിയേക്കാളും വലുതാണ്. ഇഫ് യു ക്യാൻ ജസ്റ്റ് ബ്രിങ് 1 person and take him to heaven, and that is a big achievement. Don't think that it is something small. വലിയ ആളുകൾ, ഒത്തിരി ആളുകളെയൊക്കെ അതൊക്കെ വെറുതെ പറയുന്നതാണ്. ഞങ്ങളൊക്കെ ഇത്ര പേരെ അങ്ങ് രക്ഷയിലേക്ക് നയിച്ചു നോക്കും. എന്ത് ഈ സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചല്ലാതെ വേറെയാണ് ചെയ്തോ? അപ്പൊ ഇതെല്ലാം അക്കൗണ്ടിൽ വരുമ്പോഴത്തേക്ക് എന്താണ്, ഞാൻ പോയി 10 പേര് കൈപൊക്കി കഴിഞ്ഞാൽ എന്റെ അക്കൗണ്ടല്ലേ വരുന്നത്. ദൈവം അതൊന്നും അക്കൗണ്ടിൽ എന്റെ അക്കൗണ്ടിലൊന്നും എഴുതുന്നില്ല. എന്റെ ചിന്ത അതൊക്കെ എഴുതുമെന്ന് ദൈവം ഒരിക്കലും എഴുതത്തില്ല. ഐ എം ക്വൈറ്റ് ഷുവർ. ഞാൻ പ്രസംഗിച്ച് രക്ഷിക്കപ്പെട്ട ആളുകളുടെ എണ്ണം ഒന്നും സ്വർഗത്തിൽ എന്റെ പേരിൽ എഴുതത്തില്ല. കാര്യം അവരെ ആരാ അവിടെ കൊണ്ടുവന്നത്? ആരാ സ്റ്റേജ് കിട്ടിയത്? ആരാ മൈക്ക് ഓപ്പറേറ്റ് ചെയ്തത്? ആരാ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്? ആരാണ് പുറകിൽ നിന്ന് സൈലന്റ് ആയിട്ട് വർക്ക് ചെയ്തത്? അവരുടെ പേര് അവിടെ എഴുതുന്നത്. ഇവിടെ എന്റെ പേര് എഴുതി, എന്റെ പേര് ഇവിടെ എഴുതിയത് കൊണ്ട് എന്താണ്, എവിടെങ്കിലും ഒരിടത്ത് എഴുതുള്ളൂ. ഇത് എല്ലാവരും വലിയ റിപ്പോർട്ടൊക്കെ എഴുതുമ്പോഴെല്ലാം നമ്മൾ ഓർക്കേണ്ട വലിയ കാര്യമാണ്. ഇതൊക്കെ ഇവിടെ ഉള്ളൂ റിപ്പോർട്ടല്ല. അവിടെ പോകണമെങ്കിൽ ഇവിടെ പേര് വരരുത്. ഐ എം നോട്ട് ജോക്കിംഗ്, ഐ എം ടെല്ലിംഗ് ഇറ്റ് ഫ്രം മൈ ഹാർട്ട്. എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഞാൻ എന്റെ കാര്യം തന്നെയാണല്ലോ പറയുന്നത്, വേറെ ആരുടെ കാര്യം എന്നാണ് പറയുന്നത്. എന്താണ് ദിവ്യാത്മാവിനാൽ നിറയ്ക്കുന്നത്? പലപ്പോഴും എന്താണെന്ന് അറിയാമോ? വളരെ ലളിതമായ കാര്യങ്ങൾ ചെയ്യാനാണ്. ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകല സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. ഇത് നാച്ചുറൽ എബിലിറ്റീസ് അല്ല. നാച്ചുറൽ എബിലിറ്റീസ് കർത്താവ് പലർക്കും കൊടുക്കും, പലർക്കല്ല. ഓൾ പീപ്പിൾ, എവ്രി വൺ ബോൺ ഇൻ ടു ദിസ് വേൾഡ്, ദേ ഡു ഹാവ് സം കൈൻഡ് ഓഫ് നാച്ചുറൽ എബിലിറ്റി അല്ലേ? അത് ഈ നാച്ചുറൽ എബിലിറ്റീസ് ഒത്തിരി ഗിഫ്റ്റ്സ് ഉള്ള ആളുകളുണ്ട്. നാച്ചുറൽ ഗിഫ്റ്റ്സ് ആർ ഗിവൺ അറ്റ് ബർത്ത്. ഈവൻ യു ക്യാൻ ഷാർപ്പൻ ഇറ്റ് ആൻഡ് മേക്ക് യൂസ് ഓഫ് ഇറ്റ്. അത് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ മോസ്റ്റ് ഓഫ് ദി നാച്ചുറൽ ഗിഫ്റ്റ്സ് ഇറ്റ് ഇസ് ഗിവൺ അറ്റ് ബർത്ത്. അതും ദൈവത്തിന്റെ ദാനം തന്നെയാണ്. എന്നാൽ അത് ദൈവം എല്ലാവർക്കും കൊടുക്കും. ദൈവം ഇല്ലെന്ന് പറയുന്നവനും കൊടുക്കും. ദൈവം ഇല്ലെന്ന് പറയുന്നവനും ദൈവം എന്തോ കൊടുത്തിട്ടുണ്ട്? ദൈവം ഇല്ലെന്ന് പറയാൻ ഒരു ബുദ്ധി വേണമല്ലോ. ആ ബുദ്ധി ആരാ കൊടുത്ത്? ദൈവം കൊടുത്ത്. ഞാൻ പറഞ്ഞത് ഇറ്റ് ഈസ് ഗിവൺ ടു ഓൾ ദ പീപ്പിൾ. എന്നാൽ ബെസലേലിന് കിട്ടിയത് അങ്ങനെ ഒരു നാച്ചുറൽ ഗിഫ്റ്റ് അല്ല. അത് എഴുതിയിരിക്കുന്നത് ദാറ്റ് ഗിഫ്റ്റ് ഇസ് നോട്ട് നാച്ചുറൽ ഗിഫ്റ്റ്, ഇറ്റ് ഇസ് സ്മോൾ ജി. ഐ മീൻ അവിടെ ജി വലുതാണോ ചെറുതാണെന്നുള്ള, ഇറ്റ് സേസ് അബൌട്ട് എ ബിഗ് ജി. ഇറ്റ് ഇസ് എ ഗിഫ്റ്റ് ആൻഡ് ദാറ്റ് ഇസ് ഗിവൺ ബൈ ഗോഡ്. അവിടെ എഴുതിയിരിക്കുന്നത് ഐ ഹാവ് ഫിൽഡ് ഹിം വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ഞാൻ ദൈവത്തിന്റെ ആത്മാവിനാൽ അവനെ നിറച്ചിരിക്കുന്നു. അവൻ കൊത്തുപണികളെ ചെയ്യും. നേരത്തെ അവൻ കൊത്തുപണി ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ അതൊന്നും ഒരു വലിയ വിഷയമൊന്നുമല്ല. കാര്യം ദൈവത്തിന് അത് ചെയ്തിട്ടുള്ളവനെ ഉപയോഗിക്കാം, ചെയ്തിട്ടില്ലാത്തവനെ ഉപയോഗിക്കാം. ദൈവത്തിന് എല്ലാവരെയും ഉപയോഗിക്കാം. ദൈവം നമ്മളെ എന്ത് പ്രവൃത്തി ചെയ്യാൻ ഉദ്ദേശിക്കുന്നോ അന്നേരം ആ ഗിഫ്റ്റ് കർത്താവ് തരികയാണ്. ചില ആളുകൾ പറയും, ഞാനൊക്കെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോയി കഴിഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യാനാ? അല്ലേ, നിങ്ങൾ എന്തോ ചെയ്യണോ അന്നേരം അത് ആ ഗിഫ്റ്റ്. ഐ വാസ് ഇൻ ഷിപ്പ് ഡൂലേഴ്സ് ഫോർ സം ടൈം. പോരുന്ന സമയത്ത് അവരെന്നോടൊരു ചോദ്യം ചോദിച്ചു, വാട്ട് യു തിങ്ക് അബൌട്ട് യുവർ എബിലിറ്റീസ്? നിങ്ങളുടെ കഴിവുകളെ കുറിച്ച്, അല്ലെങ്കിൽ വാട്ട് യു തിങ്ക് അബൌട്ട് യുവർ ടാലന്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ ഞാൻ ആലോചിച്ച് എന്റെ കഴിവെന്താ? ഞാനവിടെ എഴുതി ഇങ്ങനെയാണ്, ഇറ്റ് ഈസ് ലൈക്ക് ദ ബ്ലേഡ്സ് ഓഫ് എ മിക്സർ ഗ്രൈൻഡർ. നമ്മുടെ മിക്സി ഉണ്ടല്ലോ, പല ബ്ലേഡ് മാറ്റിയിടുന്നത്. ഞാനിട്ട് എഴുതിയത് അതുപോലെയുള്ള എന്റെ കഴിവുകൾ. യജമാനന് ജ്യൂസ് ഉണ്ടാക്കണമെങ്കിൽ ഹി വിൽ പുട്ട് ദ ജ്യൂസ് ബ്ലേഡ്. ഇഫ് ഹി വാണ്ട് ടു ഗ്രൈൻഡ് സംതിങ് ഹി വിൽ പുട്ട് ദ